ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും കാക്കനാട് സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്ററും കൂടാതെ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്ററുമാണ്. ഒത്തിരി വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർലോക്ക് കട്ട വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഒരു ഓപ്പൺ പാർക്കിംഗും കൂടാതെ ഒരു കവേർഡ് കാർ പാർക്കിംഗുമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു ഭാഗത്തായി ഇവിടെ ചെറിയൊരു ഗാർഡൻ ഏരിയയൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. കടപ്പാക്കല്ലിൽ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KAA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന അത്യാവശ്യം വീതിയുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു കോർണർ സെറ്റ് നമുക്ക് ഇവിടെ സുഖമായി ഇടാവുന്നതാണ്. ലിവിംഗ് ഏരിയയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു കബോർഡ് വർക്കൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാനൽ വർക്കൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ലിവിംഗ് ഏരിയയിലുള്ളത്. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വിഷൻ ലഭിക്കുന്നതാണ്. മൾട്ടിവുഡിൽ നല്ല ഭംഗിയാക്കി തന്നെയാണ് TV യൂണിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഡൈനിങ് ഏരിയയിലും നൽകിയിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു ലൈറ്റ് മിററും കൂടാതെ സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. മൾട്ടിവുഡിൽ നല്ലൊരു CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റുകളും നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുക്കള കൂടുതൽ മനോഹരമാക്കാനായി LED പ്രൊഫൈൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം നൽകിയിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നമുക്ക് കാണാം. നമുക്കിനി വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളം വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് ബിൽഡർ നൽകുന്നുണ്ട്. മനോഹരമായ ഒരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി ബിൽഡർ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഒരു TV യൂണിറ്റ് ബിൽഡർ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുമാണ് ഈ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരുന്നത്. ഷീറ്റ് ഉപയോഗിച്ച് ചുറ്റുഭാഗമെല്ലാം മറച്ച് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 9 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് മനോഹരമായ ഒരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 13 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ബിൽഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ 3 ബെഡ്റൂമുകളും ബിൽഡർ തീർച്ചയായും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ബിൽഡർ നൽകിയിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടഫൻ ഗ്ലാസ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നതും. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 3.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീടാരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.